നമ്മുടെ കേരളത്തിലെ പോക്സോ കേസുകളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ അത് വർഷം തോറും എണ്ണം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഒരു റിപ്പോർട്ട് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 2021 അതൊരു 506 എന്ന് പറയുന്നൊരു സംഖ്യയിലേക്ക് എത്തിയിട്ടുള്ളത്. ബാക്കിയെല്ലാം 3000, 2000, 4000 ആ ഒരു റേഞ്ചിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ 2024 പോലും 4000 സംതിങ്ങോളം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ നമ്മുടെ കേരളം കുട്ടികളെ അതിക്രമിക്കുന്ന അല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്നത്? അതിനിപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളിപ്പം മനോരമയുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും കുഞ്ഞു കുട്ടികളെ വരെ റേപ്പ് ചെയ്യുക, അങ്ങനെ അറ്റംപ്റ്റ് അവരെ ചൂഷണം ചെയ്യുന്നത് കൂടുതലും അവരുടെ പേരൻസോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ അയൽക്കാരോ ആണെന്നുള്ളതാണ്. അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം വേറൊരു വഴിയില്ലാതെ പലരും ചൂഷണം ചെയ്യണം. ഇപ്പോൾ പേരൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ തന്നെ അവർക്ക് ദാരിദ്ര്യം, കടം, അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് കൊച്ചിനെ നോക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴത്തേക്കിനും അനാഥാലയത്തിൽ കൊണ്ടാക്കി. പക്ഷേ ഇടയ്ക്ക് വന്നിട്ട് 2-3 ദിവസത്തേക്ക് കുട്ടീനെ വീട്ടിലോട്ട് കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ട് പിന്നീട് ആ കുട്ടിയുടെ പെരുമാറ്റത്തിലെ മാറ്റം കണ്ടിട്ട് അനാഥാലയത്തിലെ അധികൃതർ തന്നെ കൂടുതലും ചോദ്യം ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഒരു അങ്കിളിൻ്റെ അടുത്ത് പോകുന്ന എനിക്ക് ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ കുട്ടി തുറന്നു പറഞ്ഞു. അപ്പം അവർക്ക് ആ കുട്ടീനെ വിൽക്കുകയാണ് അവർ ചെയ്തത്, സ്വന്തം മക്കളെ. അപ്പം അങ്ങനെ ഒരു സമൂഹമായി കഴിഞ്ഞു നമ്മുടെ ഈ കേരളം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇൻസിഡൻ്റ് ഉണ്ട്. ചെറിയ 11ാമത്തെ വയസ്സിൽ ഗർഭിണിയാകുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊരു പരിധി വരെ കാരണക്കാരെന്ന് പറയുന്നത് നമ്മുടെ പേരൻസും അതുപോലെ അയൽക്കാരും റിലേറ്റീവ്സാണ്. അവരാണ് കുട്ടികളെ ചൂഷണം ചെയ്തത്. കാരണം ഒന്നും അറിയാത്ത പ്രായത്തിൽ കുട്ടികൾക്ക് അറിയില്ലല്ലോ എന്താ സംഭവിക്കുന്നതെന്നുള്ളത്. അപ്പം പിന്നെ നമുക്ക് പ്രായപൂർത്തിയാകുമ്പോഴായിരിക്കും നമ്മൾ അന്ന് അനുഭവിച്ച കാര്യങ്ങൾ ഓർക്കുന്നത്. അപ്പം ഒരു പരിധി വരെ അത് തന്നെയാണ് റീസൺ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികൾ കൂടുതലായിട്ട് ചൂഷണത്തിന് ഇരയാവുന്ന ഈ കുടുംബങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അയൽവാസികൾ, അങ്ങനെ നമ്മുടെ ഒരു സർക്കിളിലുള്ള കുറച്ച് ആൾക്കാരിൽ നിന്നാണ് കൂടുതലായിട്ട് കിട്ടാറുള്ളത്. വലിയ വലിയ കേസുകൾ, അതായത് വേറെ പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ വരുമ്പോഴാണ് അത് വലിയ ചർച്ചാ വിഷയമാവുക അല്ലെങ്കിൽ വലിയ കേസാവുക, അങ്ങനെയൊക്കെ പോകുന്നത്. മിക്കപ്പോഴും നമ്മുടെ ഇപ്പോൾ പോലും നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും ആരെങ്കിലും ഒരാൾ ഇങ്ങനെ ചൂഷണം ചെയ്യാതെ. നമ്മൾ ഈ പറയുന്ന സമയം കൊണ്ട് നടക്കുന്നുണ്ട്. കാരണം അത്രയ്ക്കും അത് വളരെ രീതിയിൽ ആ ഒരു തെറ്റെന്ന് പറയുന്നത് കൂടുതലും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ. അതുപോലെ തന്നെ ഉണ്ടല്ലോ കുട്ടികൾ എന്ന് പറയുമ്പോൾ വളരെ നിഷ്കളങ്കരായിട്ടുള്ളവരാണ്, അവർക്ക് ഒന്നും അറിയില്ല. ചിലരൊക്കെ മുട്ടായി മേടിച്ചു കൊടുക്കുക, ആ ഒരു സ്നേഹത്തെ അല്ലെങ്കിൽ ആ ഒരു നിഷ്കളങ്കതയെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അയൽവാസികളൊക്കെ മിഠായി മേടിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ എനിക്ക് ആ അങ്കിളിനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു കുട്ടിയുള്ള ഒരു കാര്യം പോലും മനോരമയിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു സ്നേഹത്തിനെ പോലും മറ്റൊരു രീതിയിലേക്ക് മാറ്റുന്ന വലിയവരാണ് ഇങ്ങനെ മാറ്റിയെടുക്കുന്നത്. കുഞ്ഞു കുട്ടികളെങ്കിൽ 11-15 വയസ്സുള്ള കുട്ടികളെയൊക്കെ 83-80 വയസ്സുള്ള അപ്പൂപ്പന്മാരാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോൾ തന്നെ അവർക്കൊക്കെ എങ്ങനെ അതിനുള്ള മനസ്സ് വരുന്നത് നമുക്ക്. അതുപോലെ തന്നെ ഈയിടയ്ക്കൊരു ന്യൂസ് ഉണ്ടായിരുന്നു, 3 വയസ്സുകാരിയായിട്ടുള്ളൊരു കുഞ്ഞിനെ, അതോ 3 മാസം പ്രായമായിട്ടുള്ളൊരു കുഞ്ഞിനെ, 3 മാസമാണെന്നാണ് എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ, ആ കുഞ്ഞിനെ ബലാത്സംഗം ചെയ്തു എന്ന രീതിയിൽ. അത്രയും മാത്രം നികൃഷ്ടരായിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മുടെ ചുറ്റിനും ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണേ. ഒരു കുഞ്ഞിനോട് ഇത്രയും മാത്രം ക്രൂരത ചെയ്യാൻ മാത്രം എന്ത് തെറ്റാണ് അവർ ചെയ്തിട്ടുണ്ടാവുക? അതാണ് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചൂഷണമെന്ന് തന്നെ പറയാം, അല്ലാതെ അതിന്റെ വേറൊരു വാക്കില്ല. കാരണം എല്ലാ കുട്ടികൾ, ഒന്നും അറിയാത്ത കുട്ടികളെയാണ് ചൂഷണം ചെയ്യുന്നത്. ഇതിപ്പോ ഒരു ലൈംഗിക ദാരിദ്ര്യമാണെന്ന് തന്നെ പറയാല്ലേ, അതിനെ കുറിച്ചിട്ട് ബോധവാന്മാരല്ല. എന്താണ് ശരിക്കും അറിയാൻ വയ്യാത്ത പിള്ളേരെ വരെ വെച്ചിട്ട് നമ്മളിപ്പോൾ 11 വയസ്സുള്ള ഒരു കുട്ടി അമ്മയായെന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ ഗർഭപാത്രം വലുതാവാത്തത് കൊണ്ട് തന്നെ ആ ഒരു കുട്ടീനെ പുറത്തെടുക്കുന്ന ഒരു കാര്യം തന്നെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. പിന്നീട് ആ കുട്ടിയുടെ അമ്മ അതിൽ നിന്ന് ഒന്ന് റിമൂവ് ആയി വരാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുത്തു എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഉള്ളൊരു ആശ്വാസം എന്ന് വെച്ചാൽ കുട്ടി വീണ്ടും സ്കൂളിൽ പോയി തുടങ്ങിയെന്നാണ്. അപ്പം നമ്മൾ എന്ത് സുരക്ഷയാണ് ഇവിടെ ഉള്ളത്? അതെ, ഒരു തരത്തിലുള്ള നിയമ നടപടി ഇവിടെ സ്വീകരിക്കുന്നില്ല. കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള റൂൾസും കാര്യങ്ങളും ഒക്കെ നടപ്പിലാക്കണം സർക്കാർ, എങ്കിൽ മാത്രമേ ഉള്ളൂ. കാരണം അവരെ എത്രത്തോളം പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ പിന്നെ ഒന്നും അറിയാത്ത കുട്ടികൾ, നമ്മളിപ്പോൾ സ്കൂളിൽ പോയിട്ട് വരുമ്പം പീഡിപ്പിക്കുക, അങ്ങനെ പല കേസുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ കുട്ടികൾ സുരക്ഷിതർ, അവരെ സേഫ് ആക്കാനുള്ള എല്ലാ നടപടികളും കൈക്കൊള്ളണം. ഇതിപ്പോൾ നമ്മൾ പറയുമ്പോൾ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഗേൾസും ഉണ്ട് ബോയ്സും ഉണ്ട്, എല്ലാ ജെൻഡറും കൂടി ചേർന്നിട്ടുള്ളതാണ് നമ്മൾ പറയുന്നത്. കാരണം ബോയ്സിനും ഇതുപോലെ
തന്നെ കുഞ്ഞു കുട്ടികളാണ്, അവർക്ക് അറിയില്ല. സ്ത്രീകളെ കൂടുതൽ എന്ന് പറയും, ഇപ്പൊ അങ്ങനെയില്ല, ഇപ്പം മെയിലെന്നോ ഫീമെയിലെന്നോ ഒന്നും ഇല്ല. അതെ, അവരെ എങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കുമുള്ളൊരു കാര്യം, ഇവർക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവില്ല എന്നതാണ് കുട്ടികൾക്ക്. കാരണം അവർ കളിച്ചടക്കുന്ന ഒരു പ്രായത്തിൽ ഇതിനെക്കുറിച്ചൊരു ബോധവന്മാരല്ല. അവരെ ആരെങ്കിലും ടച്ച് ചെയ്താലോ. പക്ഷെ ഇപ്പൊ വീണ്ടും ബാഡ് ടച്ച്, ഗുഡ് ടച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്കൂളിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഒരുവിധം അവര് മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. എങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള അതിനെയും കാട്ടി ചെറിയ കുട്ടികളാണ് ഒട്ടും അറിയാതെ അതിനെ അങ്ങനെ അവർക്കതൊന്നും ഓക്കെ ആണെന്ന രീതിയിലേക്ക് അവർ മാറുന്നു. ഓക്കെ അല്ല, ഒരു മിഠായി മേടിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് അവിടെ എങ്ങനെ ഇരുന്ന് പോകുന്നത്. കുട്ടികളല്ലേ, അവർക്കൊന്നും അറിയില്ല. കാരണം അത് അല്ലെങ്കിൽ അത്രയും ഒരു പ്രായപൂർത്തിയായി കഴിയുമ്പോൾ നമുക്കിപ്പോ ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഈ കുഞ്ഞു കുട്ടികൾ എന്ന് പറഞ്ഞാൽ കളേഴ്സ്, മുട്ടായി അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കിനും അവർക്ക് ഭയങ്കരമായിട്ടും ഒരു അട്രാക്ഷൻ വരും. പിന്നീടാണ് ഒരു പ്രായപൂർത്തിയൊക്കെ ആയി കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഇതുപോലൊരു നെഗറ്റീവായിട്ടുള്ളൊരു ബാഡ് അനുഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പേരൻസ് തന്നെ കൂടുതലും പിള്ളേരെ ശ്രദ്ധിക്കണം, ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾ എത്ര ദാരിദ്ര്യമാണെന്ന് പറഞ്ഞാലും നമ്മുടെ കുട്ടികളാണ്, അവരെ സംരക്ഷിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ബോധമൊക്കെ എല്ലാവർക്കും വേണം. തീർച്ചയായിട്ടും. നമ്മളിപ്പം ഒരു ഇതിൽ മെയിൻ സാധനം അത് തന്നെയാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആ കുട്ടിക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുക, എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുക. ചില സമയങ്ങളിലൊക്കെ കുട്ടികളിങ്ങനെ ഭയങ്കര ഒറ്റയ്ക്കിരിക്കുന്നത്, അല്ലെങ്കിൽ അവര് എല്ലാവരോടും ദേഷ്യം കാണിക്കുന്നത്, അങ്ങനത്തെ ചെറിയ ചെറിയ സിംറ്റംസ് കാണിക്കുമ്പോഴേ മനസ്സിലാക്കണം എന്തോ അവരുടെ ഉള്ളിലുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അവരുമായിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇതിലെ ഏറ്റവും വലിയ മെയിൻ പോയിന്റ്. പിന്നെ ആരോടെങ്കിലും മിണ്ടാൻ മടി കാണിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോകാൻ ഇഷ്ടമല്ല എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ റീസൺ എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കുക. മേ ബി ഇങ്ങനത്തെ എന്തെങ്കിലും റീസൺ കാരണമായിരിക്കും കുട്ടിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ വീണ്ടും പോയിട്ട് നീ പോയേ പറ്റൂ, നിനക്ക് ട്യൂഷന് പോയേ പറ്റൂ, അല്ലെങ്കിൽ സ്കൂളിൽ പോയേ പറ്റൂ അങ്ങനെ പറയരുത്. പേരൻസ് ഒക്കെ അത്യാവശ്യം ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടേതായ തിരക്കിലായിരിക്കും. അപ്പൊ കുട്ടികളെ ഇപ്പം ആരെങ്കിലും നോക്കുക, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ. പിന്നെ സ്കൂളിൽ കൊണ്ടാക്കി വൈകുന്നേരം തിരിച്ചു വരിക്കാം, അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് തന്നെ കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ട് സത്യം പറഞ്ഞാൽ. അപ്പൊ അങ്ങനെയാകുമ്പോൾ കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ഇപ്പം അവർക്ക് പഠിക്കാനാണെങ്കിലും മറ്റു കാര്യങ്ങൾക്കാണെങ്കിൽ പോലും ഒരുപാട് അവരുടെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. അപ്പം നമ്മൾ പേരൻസും കൂടെ അവരുടെ അടുത്ത് നിന്ന് കാര്യങ്ങൾ തിരക്കുകയോ ചോദിക്കുകയോ ചെയ്യാതിരിക്കും. ഇപ്പം പലരും നമ്മൾ കൂടുതൽ ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഈ ടീച്ചേഴ്സൊക്കെ ചോദിച്ചിട്ടാണ് കുട്ടികൾ പറയുന്നത്. കാരണം ടീച്ചേഴ്സിന് അവരെ ഇപ്പം ഒരു സ്റ്റുഡൻസ് ഒരു ക്ലാസ് ആകുമ്പം സ്റ്റുഡൻസിൻ്റെ മൊത്തം ടീച്ചേഴ്സ് വാച്ച് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ആ കുട്ടിയുടെ പെരുമാറ്റത്തിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വരുമ്പോൾ അവർ കൂടുതലും ചോദ്യങ്ങൾ ചോദിച്ച് അതിലൂടെ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആയതുകൊണ്ട് തന്നെ ഒരു കുട്ടി ഡള്ളായിട്ട് ഇരുന്ന് അവർക്ക് മനസ്സിലാകും. അപ്പൊ അങ്ങനെയാണ് കൂടുതൽ കേസുകളും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് നമ്മള് കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു സിസ്റ്റം കൊണ്ടുവരാൻ. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇതുപോലെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കും. കാരണം ഇപ്പോഴും എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പീഡനം, റേപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളോർക്കും സ്ത്രീകളെയാണ്, പ്രായമായവരാണ്. പക്ഷെ ഇപ്പൊ അതൊന്നും അല്ല. ശരിക്കും കുഞ്ഞു കുട്ടികളെ 7 മാസം പ്രായമുള്ള മുതൽ ജനിച്ച് വീഴുമ്പോൾ തൊട്ടുള്ള അങ്ങനെ ഒരു സിസ്റ്റത്തിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒരു ലൈംഗിക വൈകൃതമുള്ള ഒരു സമൂഹത്തിന് ചുറ്റുമാണ് നമ്മളുള്ളത്. നമ്മളിപ്പോൾ വേറൊരു ന്യൂസ് നോക്കുകയാണെങ്കിൽ ആടിനെ വരെ ഇതുപോലൊരു ആളുടെ ഒരു ലൈംഗിക വൈകൃതം മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ നമ്മളൊട്ട് സേഫ്റ്റി എന്ന് പറയുന്ന കാര്യം നമുക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് കരുതിയിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു നിയമ സംവിധാനം നമുക്ക് ഉണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു പേടി ഉണ്ടാവും. അതാണ് മെയിൻ ആയിട്ട്. അത് ശരിക്കും ഇവിടെ ഇല്ല, നമുക്കില്ല. നമ്മൾ അറബ് രാജ്യങ്ങളൊക്കെ കണ്ടു പഠിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഈ ഒരു കാര്യത്തിലൊക്കെ, നിയമത്തിന്റെ കാര്യത്തിലൊക്കെ അവർ പക്കായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുപോലെ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ നിയമ നടപടികൾ വന്നാൽ ഒരു പരിധി വരെ നമുക്കത് നിർത്താൻ സാധിക്കുമെന്ന് തോന്നുന്നു. പിണറായി ആയാലും ഇതൊന്നും കാണുന്നില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ ഈ അശ്ലീല വീഡിയോസ് ഒക്കെ കാണുന്നതും ഒരു ഇതിന്റെ ലിമിറ്റിൽ വരുന്ന ഒരു കാര്യമാണ്. കാരണം അത് കാണുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ നമുക്കറിയാം, ഒരു ഫോൺ ഉണ്ടെങ്കിൽ പിള്ളേർക്ക് കാരണം പഴയ സമൂഹത്തിൽ നിന്ന് മാറി ഒരുപാട് ടെക്നോളജീസ് വളർന്നുകൊണ്ട് കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഇങ്ങനെ അശ്ലീലമായിട്ടുള്ള വീഡിയോസ് കണ്ട് അത് പരീക്ഷിച്ച് നോക്കുക, അങ്ങനെ ഒരു ഇൻസിഡൻറ്റും മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാനച്ഛൻ ആ കുട്ടീനെ ഇങ്ങനെ വീഡിയോസ് കാണിച്ചിട്ട് ആ കുട്ടി അമ്മേനെ പരീക്ഷിച്ച് നോക്കുക. കാരണം വേറെ ആളില്ല അങ്ങനെ. പക്ഷെ അത് ആ കുട്ടിക്ക് അറിയത്തില്ല അത് തെറ്റാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം സ്വന്തമായിട്ട് ബോധമില്ലാതെ കുഞ്ഞു കുട്ടികളെ നമുക്കറിയാമല്ലോ. അപ്പം അവർക്കത് തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ അവരെ ശരിക്കും ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ചുറ്റുപാടിനും ഇതുപോലെ ഒരുപാട് ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. അത് പ്രതികരിച്ച് മുന്നോട്ട് വരിക. ഇതൊരു അങ്ങനെ ചെയ്യുന്നത്
ഒരിക്കലും ഒരു തെറ്റ് നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റല്ലത്, അവർ ചെയ്യുന്നതാണ് തെറ്റ്. അതുകൊണ്ട് തന്നെ ആ ഒരു തെറ്റിനെ നമുക്ക് സമൂഹത്തിന് മുന്നിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ മുൻകൈ എടുക്കണം. ഇപ്പം നമുക്കത് എഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ കുഞ്ഞു കുട്ടികളാണെങ്കിൽ പോലും അത് ഓപ്പൺ ആയിട്ട് പറയുക, അമ്മയോടായാലും അച്ഛനോടായാലും അത്രയും കംഫർട്ട് ആയിട്ടുള്ള സ്ഥലത്ത് പോയി പറഞ്ഞ് അവർക്ക് ആ ശിക്ഷ മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് കഴിയണം. അല്ലാതെ നമ്മളിങ്ങനെ മിണ്ടാതിരുന്ന അല്ലെങ്കിൽ അയ്യോ എന്ത് വിചാരിക്കും, നാളെ മറ്റൊരാൾക്ക് സംഭവിക്കും. അതെ, അതുപോലെ തന്നെ ചിലപ്പോൾ എൻ്റെ ഭാവിനെ അത് ബാധിച്ചാലും കുട്ടികളാണ്, എനിക്കറിയാം, എനിക്ക് പോലും അങ്ങനെ വിചാരിച്ചിരിക്കരുത്. നമ്മൾ മുന്നിട്ട് ഇറങ്ങിയാൽ മാത്രമേ ഇത് നമുക്ക് നിർത്തലാക്കാൻ കഴിയൂ എന്ന രീതി നമ്മൾ ചിന്തിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് മുന്നിട്ട് നിൽക്കുക, അല്ലാതെ ഇതെന്റെ വിധിയാണ് എന്ന രീതിയിലൊന്നും ഇരിക്കാതിരിക്കുക. ഇൻസിഡന്റ് ഉണ്ടായിരുന്നു, ഇങ്ങനെ കേസിന് പോയിട്ട് ആ കുട്ടീനെ ലോറി ഇടിപ്പിച്ചിട്ട് കൊല്ലാൻ ശ്രമിച്ചു, എന്നിട്ട് അത് പിന്നെ അതിജീവിച്ചിട്ട് വീണ്ടും അതിനെ വധിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അപ്പം അങ്ങനെ കുറെ ആളുകളുണ്ട്. ഇന്ന് തന്നെ വേറൊരു കേസ് ഞാൻ ഇതുപോലെ കണ്ടായിരുന്നു. ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു കുട്ടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുക്കാൻ പോയപ്പോഴത്തേക്കും അവിടുത്തെ പോലീസ് കോൺസ്റ്റബിൾ തന്നെ വീണ്ടും ബലാത്സംഗത്തിന് ഇരയാക്കിയിരിക്കുന്നു. അതാണ്, നമ്മളിപ്പോ എവിടെയും സേഫ് അല്ല. നമ്മളെ സംരക്ഷിക്കേണ്ടവർ തന്നെയാണ് യഥാർത്ഥത്തില് നമ്മളെ ട്രാപ്പിലാക്കുന്നത്. ഇതൊരു ജാർഖണ്ഡിൽ നടന്നൊരു സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടുപേരെ ഇപ്പൊ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, ജയിലിലാക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അത്രയും മാത്രം ഒരു സേഫ്റ്റി ഇല്ല എന്ന കാര്യമാണ് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും അതിനൊരു ശക്തമായിട്ടുള്ള നിയമ നടപടികൾ തന്നെ വരട്ടെ. നമുക്കിങ്ങനെ പറയാൻ മാത്രമേ പറ്റത്തുള്ളൂ. കാരണം ഇതൊക്കെ നമ്മുടെ ഒരു ഭാവിയിലേക്ക് നമ്മുടെ കുട്ടികൾക്കായാലും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള കുട്ടികൾക്കായാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം പറയുന്നത്. ഇതില്ലെങ്കിൽ പറ്റില്ല എന്നൊരവസ്ഥ. അതുകൊണ്ട് തന്നെ എല്ലാവരും അത് മനസ്സിലാക്കുക, ഇതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു നിയമ നടപടികൾ സ്വീകരിക്കുക. കണ്ടില്ല എന്ന് നടിക്കരുത്. അല്ലെങ്കിൽ ഇപ്പം തന്നെ ആ ഒരു കണക്കെടുക്കുമ്പോൾ തിരുവനന്തപുരമാണ് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത് പോക്സോ കേസുകളിൽ. അപ്പോൾ അത് 4000 സംതിങ്ങോളം ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അതൊക്കെ കുറയ്ക്കണമെങ്കിൽ നല്ലൊരു നിയമ നടപടി ഉണ്ടാകണമെന്ന് മാത്രമേ പറയാനുള്ളൂ.